പച്ചക്കറികൾ ഇഷ്ടമില്ലാത്ത പ്രേതം. ഇതാണ് ലിസോറ എന്ന ഗ്രാമം. ഇവിടുത്തെ ആളുകൾ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഇവർ പച്ചക്കറികൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ലിൻഡ എന്ന പ്രേതം ഈ ഗ്രാമത്തെ കൃഷി നശിപ്പിക്കാനായി നടക്കുകയാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ കൃഷി ചെയ്യാൻ അനുവദിക്കില്ല. എല്ലാ കൃഷിയും ഞാൻ നാശമാക്കും. ലിൻഡ ആ ഗ്രാമത്തിലുള്ള എല്ലാ കൃഷിയും നശിപ്പിച്ചു. പച്ചരിച്ചു നിന്നിരുന്ന നെൽപ്പാടങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. നമ്മുടെ ഗ്രാമത്തിന് ഇത് എന്തു പറ്റി? ചെയ്യുന്ന കൃഷികളെല്ലാം നശിക്കുകയാണ്. കണ്ടില്ലേ, നെൽപ്പാടങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി പോയി. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാമത്തിന് എന്തോ ശാപമേറ്റിട്ടുണ്ടെന്ന്. അതെന്താണെങ്കിലും ശരി, ഉടനെ നമുക്കിതിന് പരിഹാരം കണ്ടേ പറ്റൂ. നമുക്ക് ഗ്രാമവാസികളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു തീരുമാനമെടുക്കാം. അതെ, എല്ലാവരെയും വിളിച്ചു വരുത്തി ഇതിനൊരു പരിഹാരം കാണണം. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഗ്രാമത്തിനിപ്പോൾ നല്ല കാലമല്ല. കൃഷികളൊക്കെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. നമ്മളെല്ലാവരും ജൈവവളങ്ങൾ തന്നെയാണല്ലോ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തായിരിക്കും നമ്മുടെ കൃഷികൾ നാശമാവാനുള്ള കാരണം? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ തക്കാളി ചെടികളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. ഞാൻ ജൈവവളങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു പോയി. അതെ, നമ്മുടെ കൃഷികൾ നശിക്കാനുള്ള കാരണം മറ്റെന്തോ ആണ്. പെട്ടെന്ന് അവിടേക്ക് ലിൻഡ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഗ്രാമത്തിൽ ഇനി കൃഷി ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഹേയ്, നീ ആരാണ്? നീ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ദേഷ്യം? പച്ചക്കറികൾ എനിക്കിഷ്ടമില്ല. അത് കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ കൃഷി ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. നീ പച്ചക്കറികൾ ഇത്രയും വെറുക്കാൻ കാരണം എന്താണ്? അതിന് കാരണം ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. അതിന് ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ശരി, ഞാൻ ആരാണെന്നും നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ഒരു ദിവസം എനിക്കൊരാഗ്രഹം തോന്നി. എന്നും പച്ചക്കറി കഴിച്ച് മടുത്തു. ഇന്ന് ഈ കോഴിയെ കറി വെച്ച് കഴിക്കണം. എന്ത് വന്നാലും വേണ്ടില്ല. അങ്ങനെ ഞാൻ ആ കോഴിക്കറി കൊതിയോടെ കഴിക്കാൻ തുടങ്ങി. എന്നാൽ കോഴിക്കറിയുടെ മണം കേട്ട് ചുറ്റുമുള്ളവരൊക്കെ അവിടെ എത്തി. ലിൻഡയുടെ വീട്ടിൽ നിന്നാണല്ലോ ചിക്കൻ കറിയുടെ മണം. നമുക്കൊന്ന് പോയി നോക്കാം. ഏയ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല കോഴിക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ. നിങ്ങളിവിടെ വല്ല കോഴിയെയും കറി വെച്ച് കഴിച്ചോ? എൻ്റെ വീട്ടിൽ ഞാൻ എനിക്കിഷ്ടമുള്ളത് കറി വെച്ച് കഴിക്കും. അതിലെന്താ നിങ്ങൾക്കിത്ര പ്രശ്നം? ഈ ഗ്രാമത്തിൽ മാംസാഹാരങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? കോഴിക്കറി കഴിച്ചത് കൊണ്ടാണ് അവരെന്നെ ചവിട്ടിക്കൊന്നത്. ഇപ്പോൾ അവരോടുള്ള പക തീർക്കാനായാണ് ഞാൻ വന്നത്. ഈ ഗ്രാമത്തിൽ ഇനി ആരും പച്ചക്കറികൾ കഴിക്കാൻ പാടില്ല. അവർ ചെയ്ത തെറ്റിന് ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ദയവായി ഞങ്ങളുടെ കൃഷി നശിപ്പിക്കരുത്. നിന്നോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി നിനക്ക് ഞങ്ങൾ കോഴിക്കറി തരാം. ശരി, എങ്കിൽ എനിക്കായി ഭക്ഷണം ഒരുക്കൂ. പിന്നീട് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. അങ്ങനെ ആ പ്രേതത്തിന്റെ ദേഷ്യമൊക്കെ മാറി അതതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കഴിച്ച് അവിടുന്ന് പോയി.